എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള കേരളത്തിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ ആയിരിക്കുന്ന കീം മെയ് 17 നടത്താൻ നിർദ്ദേശമെന്ന് നിങ്ങൾ എല്ലാവരും പത്രത്തിൽ കണ്ടു കാണും. എന്താണ് കീം? എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ബിഫാം, MBBS, BDS, ആയുർവേദ, ഹോമിയോപ്പതി, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്, ബിടെക് ബയോടെക്നോളജി, ഫിഷറീസ്, വെറ്റിനറി തുടങ്ങിയ കോഴ്സുകളിലേക്ക് കേരളത്തിൽ അഡ്മിഷൻ നേടുന്നതിനു വേണ്ടി നാം കീം അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ മുഴുവനായും ഓൺലൈനിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രധാനമായും 3 പ്രോസസ് അല്ലെങ്കിൽ 3 സ്റ്റെപ്പുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിലൂടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും പിന്നീട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് ആവശ്യപ്പെട്ടിരിക്കുന്ന ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. ലാസ്റ്റ് സ്റ്റെപ്പിൽ ഫീ രജിസ്ട്രേഷൻ ആണ് ചെയ്യേണ്ടത്. ഓരോ സ്റ്റെപ്പും എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ കീം പോർട്ടൽ അവൈലബിൾ ആകുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഡു സബ്സ്ക്രൈബ് ദിസ് ചാനൽ നൗ. എങ്ങനെയാണ് കീം പരീക്ഷ? 2 പേപ്പറുകളിലായിട്ട് നടക്കുന്ന പരീക്ഷയിൽ ആദ്യത്തെ പേപ്പറിൽ ഫിസിക്സും കെമിസ്ട്രിയും, സെക്കൻഡ് പേപ്പറിൽ മാത്തമാറ്റിക്സിന്റെ ചോദ്യങ്ങളുമാണ് ഉണ്ടാവുന്നത്. നിങ്ങൾ എഞ്ചിനീയറിംഗ് ആസ്പിരന്റ് ആണെങ്കിൽ, കേരളത്തിലെ മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ 2 പേപ്പറുകളും എഴുതുക നിർബന്ധമാണ്. ഫാർമസി കോഴ്സുകളിലേക്കാണ് നമുക്ക് താല്പര്യമെങ്കിൽ പേപ്പർ 1, അതായത് ഫിസിക്സും കെമിസ്ട്രിയും മാത്രം വരുന്ന പേപ്പർ 1 എഴുതിയാൽ മതിയാകും. 2ന്റെയും റാങ്ക് ലിസ്റ്റുകൾ സെപ്പറേറ്റ് ആയിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് സെക്കൻഡ് പേപ്പർ എഴുതാത്തവർ ബിഫാം ലിസ്റ്റിൽ വരില്ല എന്നുള്ള ടെൻഷന്റെ ആവശ്യമില്ല. 2 പേപ്പറുകളും എഴുതുന്നവരെ ബിഫാമിന് സെപ്പറേറ്റ് ലിസ്റ്റും അതുപോലെ എഞ്ചിനീയറിംഗ് എക്സാമിന്റെ റാങ്ക് ലിസ്റ്റിൽ സെപ്പറേറ്റ് ലിസ്റ്റും കാണാവുന്നതാണ്. ഓരോ പേപ്പറിനും 2.5 മണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ളത്. ആകെ 120 ചോദ്യങ്ങളാണ് ഓരോ പേപ്പറുകളിലായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. പേപ്പർ 1 എടുത്താൽ അതിൽ ഫിസിക്സും കെമിസ്ട്രിയുമാണ്. ഫിസിക്സ് 72 ചോദ്യങ്ങളും ബാക്കി വരുന്ന 48 ചോദ്യങ്ങളുമായിരിക്കും കെമിസ്ട്രിയിൽ നിന്നുണ്ടാവുക. പേപ്പർ 2 മാത്തമാറ്റിക്സിന് മാത്രമായിട്ടുള്ളതാണ്. 120 ചോദ്യങ്ങൾ മാത്തമാറ്റിക്സിൽ നിന്ന് തന്നെയാണ്. സോ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതുമായിരിക്കുന്നത് പേപ്പർ 2 തന്നെയാണ്. എങ്ങനെയാണ് പരീക്ഷ രീതി എന്ന് നോക്കാം. ഓരോ പേപ്പറിലും ഈ 120 ചോദ്യങ്ങളിൽ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് 5 ഓപ്ഷൻസ് നൽകുന്നുണ്ട്. ഇതില് കറക്റ്റ് ആയിരിക്കുന്ന ഒരൊറ്റ ഉത്തരം അടയാളപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അതായത് ABCDE എന്നിങ്ങനെയുള്ള 5 ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്ന് മാത്രമായിരിക്കും കറക്റ്റ് ആവുന്നത്. ശരിയായിരിക്കുന്ന ഉത്തരം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നമുക്ക് എക്സാമിനേഷൻ ഹാളിൽ തരുന്ന OMR ഷീറ്റിലാണ്. ഓരോ ശരി ഉത്തരത്തിനും 4 മാർക്ക് വീതം ലഭ്യമാവും. എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ബോർഡ് എക്സാം പോലെയല്ല നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു ഉത്തരം തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് ആകെ കിട്ടിയിരിക്കുന്ന മാർക്കിൽ നിന്നും 1 മാർക്ക് നെഗറ്റീവായി മൈനസ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഊഹിച്ച് ഉത്തരം മാർക്ക് ചെയ്യുന്ന രീതി നമുക്കിവിടെ ശരിയാവില്ല. കറക്റ്റ് ആയിട്ട് അറിയാവുന്ന ഉത്തരങ്ങൾ മാത്രമേ നമ്മൾ രേഖപ്പെടുത്താൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റിനെ അത് സാരമായി ബാധിക്കും. ഇനി കീം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷൻ മാർക്ക് കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അതായത് കീം എൻട്രൻസ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കും ബോർഡ് എക്സാമിൻ ഫൈനലായി നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കും 50-50% ആയി പരിഗണിച്ചുകൊണ്ട് രണ്ടും കൂട്ടിച്ചേർത്താണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. സോ ഉത്തരം എഴുതുന്ന സമയത്ത് തെറ്റിച്ച് നെഗറ്റീവ് മാർക്കിങ്ങിലൂടെ നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷന്റെ മാർക്ക് കുറയാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിൽ കീം എക്സാമിനേഷൻ എങ്ങനെയായിരിക്കും പ്രിപ്പയർ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ എക്സാമിനേഷൻ ഈ 2 പേപ്പറുകളിൽ നിന്നും ഏത് ഏരിയ അല്ലെങ്കിൽ ഏത് സിലബസിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക? ഇതിനുള്ള ഉത്തരം നമ്മൾ ഹയർ സെക്കൻഡറിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിലബസിന് അതേ നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും കീം പേപ്പറുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. NCERT ഓറിയന്റ് ചെയ്തിരിക്കുന്ന എക്സാം ആണ്. പക്ഷെ എല്ലാ ചോദ്യങ്ങളും NCERTയിൽ നിന്ന് മാത്രമാണ് എന്നതും ഉറപ്പിക്കാൻ സാധിക്കില്ല. എങ്ങനെയാണ് സിലബസ് ഓരോ ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാവുന്നത് എന്നതിന്റെ ഡീറ്റെയിൽ ആയിരിക്കുന്ന വീഡിയോ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വീണ്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് ദി ചാനൽ. www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് കീം എക്സാമിനേഷൻ നടക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതാണ്.
വെബ്സൈറ്റിൽ ചെന്ന് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്താണ് നാം എക്സാമിനേഷൻ എഴുതാൻ പോകേണ്ടത്. ഈ വർഷം എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവരോടാണ് പറയാനുള്ളത്. റാങ്ക് ലിസ്റ്റ്, എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് +2 കിട്ടിയിരിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിന്റെ മാർക്കും അതുപോലെ കീം എക്സാമിനേഷനിൽ എഴുതുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന്റെ മാർക്കും 50-50% ആയി ഈക്വൽ അനുപാതത്തിൽ കണക്ക് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. സോ വരുന്ന എക്സാമിനേഷന് ഏറ്റവും നന്നായിട്ട് ബോർഡ് എക്സാമിനേഷൻ അടക്കം മാർക്ക് വാങ്ങുക എന്നുള്ളത് കീം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കുന്നതിന് നമ്മളെ സഹായിക്കും. ആർക്കിടെക്ചർ കോഴ്സിന് പരിഗണിക്കപ്പെടാൻ താല്പര്യമുള്ളവർ നേറ്റ എക്സാമിനേഷൻ എഴുതി യോഗ്യത നേടേണ്ടതുണ്ട്. കാരണം നേറ്റ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചറിൽ നേടുന്ന സ്കോറും കീം എൻട്രൻസ് എക്സാമിനേഷന് നേടുന്ന സ്കോറും കൂടി പരിഗണിച്ചാണ് ഫൈനൽ ആർക്കിടെക്ചറിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. 200 മാർക്കിൽ നാറ്റയിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോറും കീം എക്സാമിനേഷൻ നടന്നതിന് ശേഷം അതിനെ 200 മാർക്കിലാക്കി ടോട്ടൽ കൺവേർട്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന സ്കോറും ആഡ് ചെയ്യുകയും അങ്ങനെ 400 മാർക്കിൽ കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ആർക്കിടെക്ചറിന്റെ റാങ്ക് പബ്ലിഷ് ചെയ്യുന്നത്. 2023 നാറ്റ എക്സാമിനേഷൻ ഏപ്രിൽ 2nd വീക്കിൽ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. MBBS, BDS, ഹോമിയോപ്പതി, ആയുർവേദ, യുനാനി തുടങ്ങിയ കോഴ്സുകളിലേക്ക് കോട്ടയിൽ കേരളത്തിൽ പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും കീം അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ബട്ട് ഒബ്വിയസ്ലി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതും അഡ്മിഷൻ നേടുന്നതും നീറ്റ് 2023 മാർക്ക് അല്ലെങ്കിൽ റാങ്ക് അനുസരിച്ചായിരിക്കും. സോ കേരളത്തിൽ MBBS അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും കീം അപ്ലൈ ചെയ്യണം. പക്ഷെ പരീക്ഷ എഴുതേണ്ടതില്ല. നേരത്തെ പറഞ്ഞതുപോലെ പേപ്പർ 1 കെമിസ്ട്രി, ഫിസിക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബിഫാം കോഴ്സുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. പേപ്പർ 2 ബിഫാം കോഴ്സുകളിലേക്ക് ആവശ്യമല്ല. സോ കീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കീമുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രിലിമിനറി ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കോ അല്ലെങ്കിൽ ബിഫാം കോഴ്സുകളിലേക്കോ അഡ്മിഷൻ നേടുന്നതിന് കീം എക്സാമിനേഷൻ നമ്മൾ എഴുതേണ്ടതുണ്ട്. 2 പേപ്പറുകളിലായിട്ടാണ് എക്സാം നടക്കുന്നത്. പേപ്പർ 1 നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ടാവും. പേപ്പർ 2 മാത്സ് മാത്രമാണ്. ഓരോ പേപ്പറും 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയായിരിക്കും. പരീക്ഷയുടെ രീതി OMR പേപ്പറിൽ ഓപ്ഷനുകളിൽ നിന്ന് ശരിയായത് സെലക്ട് ചെയ്ത് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ബബിൾ ചെയ്യുക എന്നതാണ്. ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് +2 കിട്ടിയിരിക്കുന്ന മാർക്ക് കൂടി ഒരേ അനുപാതത്തിൽ കണക്ക് കൂട്ടിയായിരിക്കും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ടോട്ടൽ 960 മാർക്കിലായിരിക്കും കീം എക്സാമിനേഷൻ നടക്കുന്നത്. കാരണം പേപ്പർ 1 120 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 4 മാർക്ക്. പേപ്പർ 2 120 ചോദ്യങ്ങൾ, 4 മാർക്ക്. അങ്ങനെ ടോട്ടൽ 240 ചോദ്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ 960 മാർക്ക് ഉണ്ടാവുന്നത്. നെഗറ്റീവ് മാർക്കിംഗ്, ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് മൈനസ് ചെയ്യുന്നുണ്ടാവും. സോ വളരെ കെയർഫുൾ ആയിട്ട് എഴുതേണ്ട ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ് കേരള എൻട്രൻസ് എക്സാമിനേഷൻ ആയിരിക്കുന്ന കീം. 2023 മറ്റെല്ലാ അപ്ഡേറ്റുകൾക്കും വീഡിയോസിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.